അബ്ദുൽ ജലീൽ ഗ്രിഗോറിയോസ് ബാവയെ പറ്റി ഇന്ത്യൻ ഓർത്തഡോക്സുകാരുടെ ഒരു വെബ് പേജിൽ ഒരു കുറിമാനം കണ്ടു. കഞ്ഞിക്കുഴി നൃശംസന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാള് വളരെയധികം പരസ്യങ്ങളുടെ അകമ്പടിയോടെ ഒരു വെബ് പേജിൽ ഒരു കുറിമാനം ഇട്ടിരിക്കുന്ന കണ്ടു. അപ്പൊ നമുക്ക് ആ കുറിമാനം ഒന്ന് വായിക്കാം. ഇതാണ് അതിനകത്ത് ഒരുപാട് പരസ്യമുണ്ട്, അതുകൊണ്ട് വായിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഈ വെബ് പേജിന്റെ പേര് ജോർജിയൻ സ്പിയർ എന്നാണ്. എന്ന് പറഞ്ഞാൽ ജോർജിന്റെ കുന്തം. അപ്പൊ ഈ കുന്തം എന്നുള്ള ഒരു വെബ് പേജിലാണ് ഇത്. 142ാമത്തെ ആർട്ടിക്കിളാണ്. വളരെ മനോഹരമായ ഒരു ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്. കടൽ കടന്നെത്തിയ വഴികാട്ടി മാർ ഗ്രിഗോറിയോസ് അബ്ദുൽ ജലീൽ പറവൂർ, ഏപ്രിൽ 27, 1681. ഇതം പ്രഥമമായി മലങ്കരയിലെത്തിയ ഊർസ്ലേം പാത്രിയർക്കീസ് ആയിരുന്നു ഭാഗ്യസ്മരണാർഹനായ മാർ ഗ്രിഗോറിയോസ്. ഇത് ഇന്ത്യൻ ഓർത്തഡോക്സുകാരുടെ വെബ്സൈറ്റിൽ അവരിട്ടിരിക്കുന്നതാണ്. അബ്ദുൽ ജലീൽ ബാവയുടെ വരവ് മലങ്കര സഭയ്ക്ക് മുൻപ് ലഭ്യമായിട്ടില്ലാത്ത ആത്മീയ വെളിച്ചവും അനുഗ്രഹവും പ്രദാനം ചെയ്യുകയും മലങ്കര നസ്രാണി സമൂഹത്തിന് പല ആത്മീയ നേട്ടങ്ങൾ പ്രദാനം ചെയ്ത പാശ്ചാത്യ സുറിയാനി സഭയുമായി മലങ്കര സഭയ്ക്ക് സംസർഗത്തിന് തുടക്കം കുറിക്കുന്നതിന് കാരണമാവുകയും ചെയ്തു. ഇറാഖിലെ മുസൂളിലാണ് 1620 ശേഷം എന്ന് കരുതപ്പെടുന്നു അബ്ദുൽ ജലീൽ ജനിച്ചത്. 1653 ബാവയെ തുർക്കിയിലെ ഡയർബക്കറിന്റെ മെത്രാപ്പോലിത്തയായി അന്നത്തെ പാത്രിയർക്കീസ് നിയോഗിക്കുകയും, അന്നത്തെ പാത്രിയർക്കീസ് വളരെ ഇറവറന്റ് ആയിട്ടാണ് ഇവർ എഴുതുന്നത്. അന്നത്തെ ഏത് പാത്രിയർക്കീസ് എന്ത് പാത്രിയർക്കീസ് ഒന്നുമില്ല. 1664 പരിശുദ്ധ പിതാവിനെ ജെറുസലേമിന്റെ മെത്രാപ്പോലിത്തയായി ഉയർത്തുകയും മാർ ഗ്രിഗോറിയോസ് എന്ന പദവി നൽകുകയും ചെയ്തു. 1665 മലങ്കര നസ്രാണികളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ വേണ്ടി മലങ്കരയിലെത്തി എന്നത് ചരിത്ര പുസ്തകങ്ങളിലൂടെയും ഗവേഷകർ പലരുടെ പഠനങ്ങളിലൂടെയും നാം മനസ്സിലാക്കുന്നു. മാർത്തോമ ഒന്നാമന്റെ ഭരണകാലഘട്ടത്തിലായിരുന്നു മാർ ഗ്രിഗോറിയോസ് ബാവ മലങ്കരയിൽ എത്തിയത്. പിന്നെയുള്ള രണ്ട് പരസ്യമാണ്, ബെൻസിന്റെ ആവശ്യമുള്ളവർ മേടിക്കുക. 1599 ഉദയംപേരൂർ സുന്നോദോസ് മുഖേന ദുരുപദിഷ്ട ലക്ഷ്യവുമായി മലങ്കരയെ സമീപിച്ച പോർച്ചുഗീസുകാരെ ആദ്യം ബഹുമാനിക്കുകയും പിന്നീട് സാഹചര്യവശാൽ മലങ്കരയിലെ നസ്രാണി സമൂഹത്തിന് അവരോട് ഏറ്റുമുട്ടുകയും ചെയ്യേണ്ടി വന്നു. 1653 കൂനൻ കുരിശ് സത്യത്തിലൂടെ റോമൻ കത്തോലിക്ക മുഖം വലിച്ചെറിഞ്ഞ് സ്വത്വവും സ്വയം ശീർഷകത്വവും പ്രഖ്യാപിച്ച, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ തെറ്റാണ്. സ്വയം ശീർഷകത്വം എന്ന പദം തന്നെ മലങ്കരയിൽ വരുന്നത് ഈ പൗലൂസ് മാർ ഗ്രിഗോറിയോസ് എന്ന് പറഞ്ഞ യാക്കോബായ സഭയെന്ന് നേരത്തെ ചാടിപ്പോയ ഒരു മെത്രാച്ചനാണ്. അദ്ദേഹം പാത്രിയർക്കീസിന്റെ ഔദാര്യം കൊണ്ട് എത്യോപ്യയിൽ എത്തിപ്പെടുകയും എത്യോപ്യയിൽ എത്തിപ്പെട്ടപ്പോൾ മുതൽ പാത്രിയർക്കീസിനെതിരായിട്ട് പാരപണിയുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹമാണ് ഈ ആശയം കൊണ്ടുവന്നത്. അദ്ദേഹം ഈ ആശയം കൊണ്ടുവന്നപ്പം അന്നത്തെ മലയാള മനോരമയുടെ പത്രാധിപർ ചോദിക്കുന്നുണ്ട്, ഈ സിഫിലസ് എന്ന ലൈംഗിക രോഗത്തെ പറ്റി ഇന്ത്യൻ ഓർത്തഡോക്സുകാർക്ക് നല്ല പരിചയമാണ്. അപ്പൊ പറഞ്ഞു, മെത്രാച്ച സിഫിലസ് എന്ന് കേട്ടിട്ടുണ്ട്, എന്താണ് ഈ ഓട്ടോ സിഫിലസ് എന്ന് ചോദിച്ച് തമാശയായിട്ട് ഈ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ്, അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയാണ് ഇവർ നുണ പറഞ്ഞു വരുത്തുന്നത്. അപ്പൊ അങ്ങനെ ഓട്ടോസിഫാലസി ഒന്നുമില്ല. കൂനൻ കുരിശ് സത്യം അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാതെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി 2017 ജൂലൈ 3 വിധിയിൽ 5-ാം പേജിലും 39-ാം പേജിലും എഴുതിയിരിക്കുന്നു, പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തോട് കൂറും വിധേയത്വവും പ്രഖ്യാപിക്കാൻ വേണ്ടി നടത്തിയതാണ് കൂനൻ കുരിശ് സത്യം. ഇവര് സകല സ്ഥലത്തും ഈ നുണ ആവർത്തിച്ച് എഴുതുന്നതുകൊണ്ടാണ് എൻ്റെ പ്രഭാഷണങ്ങളിൽ ഞാനിത് ആവർത്തിച്ച് പറയുന്നത്. കാരണം എല്ലാ പ്രഭാഷണവും എല്ലാവരും കേൾക്കുന്നില്ല, അതുകൊണ്ട് മിസ്സായി പോകുന്നവർ കേൾക്കാൻ വേണ്ടിയാണ്. ആവർത്തന വിരസതയുള്ളവർ ക്ഷമിക്കുക, നിങ്ങളും ഇത് ആവർത്തിച്ച് പറയുക, സുപ്രീം കോടതി വിധി എടുത്തു കാണിക്കുക. 2017 ജൂലൈ 3 വിധി അംഗീകരിക്കണം എന്ന് പറയുന്ന ഇന്ത്യൻ ഓർത്തഡോക്സുകാര് ആദ്യം ആ വിധിയിലെ 5-ാം പേജും 39-ാം പേജും അംഗീകരിക്കുക. അന്ത്യോക്യ സിംഹാസനത്തോടുള്ള കൂറും വിധേയത്വവും പൂർവികമായി മലങ്കര സഭ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിന്റെ കീഴിലായിരുന്നു, അതുകൊണ്ടാണ് അവർ ആ സത്യം ചെയ്തത്. ഈ സത്യം അംഗീകരിക്കുക. ആ വർഷം പ്രതീക്ഷയുടെ സൂര്യോദയമായി 12 പുരോഹിതന്മാർ ചേർന്ന് തലയിൽ കൈവച്ച് മാർത്തോമ ഒന്നാമനെ തങ്ങളുടെ വേദത്തലവിന്റെ മേലധ്യക്ഷനായി വാഴിച്ചു. എങ്ങനെ? 12 പുരോഹിതന്മാർ ചേർന്ന് എങ്ങനെയാണ്? അവന് നേരത്തെ അങ്ങ് വാഴിച്ചാൽ പോരായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ഇഗ്നാത്യോസ് ആയത്തുള്ള ബാവായുടെ കത്ത് മൂലം ആ കത്തിനെ അടിസ്ഥാനപ്പെടുത്തി ഭയഭക്തിയോടെ ആ കത്ത് ഇദ്ദേഹത്തിന്റെ ശീർഷത്തിൽ വെച്ചിട്ടാണ് ആ വാഴ്ച നടത്തിയത്. എന്നാൽ വിശ്വാസപരമായ പല വൈപരീത്യങ്ങളും കടന്നുകൂടി സഭയിലെ വൈതരണികൾ പരിഹരിക്കുവാനും തരണം ചെയ്യുവാനുമായി മലങ്കര സഭ രേഖാമൂലം വിവിധ ദേശങ്ങളിലെ സഭകളോട് ആത്മീയ സഹായം അഭ്യർത്ഥിച്ചിരുന്നു. തെറ്റ്, നുണ. കാരണം വിവിധ സഭകൾ, അങ്ങനെയാണെങ്കിൽ റോമാ സഭ ഇവിടെയുണ്ട്, റോമാ സഭയിൽ നിന്ന് സഹായം സ്വീകരിച്ച പോലെ. വിവിധ ദേശങ്ങളിലെ സഭയില്ല.
പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിലേക്ക് മാത്രമാണ് മലങ്കര സഭയിൽ നിന്ന് അപ്പീൽ പോയിട്ടുള്ളത്. പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനവുമായിട്ട് മാത്രമാണ് മലങ്കര സഭയ്ക്ക് പൂർവിക ബന്ധമുള്ളത്. പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിലേക്കാണ് മലങ്കരയിൽ നിന്ന് കത്തയച്ചത്. ആ കത്തിന്റെ റെസ്പോൺസ് അവിടെ നിന്നാണ് വരുന്നത്. അല്ലാതെ ഇവര് പറയുന്നതല്ല നാട്ടുകാർക്ക് മുഴുവൻ കത്തയച്ചു, അതൊക്കെ നുണയാണ്. ആ അഭ്യർത്ഥനയ്ക്ക് പരിശുദ്ധ സഭയ്ക്ക് ത്രിയേക ദൈവത്തിന്റെ ഉപകാരമായി കരുതാവുന്ന വിധത്തിൽ മാർ അബ്ദുൽ ജലീൽ മറുപടി നൽകുകയും, ഇപ്പൊ ത്രിയേക ദൈവം മറുപടി നൽകിയതല്ല, പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൽ നിന്ന് അയക്കപ്പെട്ടു. മാർ ഗ്രിഗോറിയോസ് അബ്ദുൽ ജലീൽ 1665 കേരളത്തിൽ ഒരു പ്രധാന തുറമുഖമായ പൊന്നാനിയിൽ കപ്പലിറങ്ങിയതായി തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവൽ വാല്യം 2 സാക്ഷ്യപ്പെടുത്തുന്നു. എങ്കിലും നാട്ടിൻപുറത്തെ പരിചിതമല്ലാത്തതും പ്രതികൂലവുമായ അന്നത്തെ സാഹചര്യത്താൽ ദൈവഹിതത്താൽ ആ പിതാവ് തിരിച്ചറിയുകയും തന്മൂലം വടക്കമ്പറവൂർ പള്ളിയിൽ കൂടി നടന്നിരുന്ന മലങ്കര നസ്രാണികളെ കണ്ടുമുട്ടുന്നവരെ വേഷപ്രച്ഛന്നനായി സഞ്ചരിക്കുകയും ചെയ്തിരുന്നു. അന്ത്യോക്യൻ പാത്രിക്കീസിന്റെ അംഗീകാരമായ സ്താത്തിക്കോൻ വെളിവാക്കുന്ന തന്റെ ചിഹ്നം അദ്ദേഹം അവരെ കാണിക്കുകയും ആ ദേശക്കാർ ബഹുമാനത്തോടെയും ഭക്തിപുരസ്സരും അദ്ദേഹത്തെ പള്ളിയിലേക്ക് സ്വീകരിച്ച് ആനയിക്കുകയും ചെയ്തു. ഇതൊരു വല്ലാത്ത വരിയാണ്. അന്ത്യോക്യൻ പാത്രിക്കീസിന്റെ അംഗീകാരമായ സ്താത്തിക്കോൻ വെളിവാക്കുന്ന തന്റെ ചിഹ്നം അദ്ദേഹം ഇവരെ കാണിച്ചു. അപ്പൊ ഇതിനു മുമ്പ് അന്ത്യോക്യയിൽ നിന്ന് ആരും മലങ്കരയിൽ വന്നിട്ടില്ല. അന്ത്യോക്യ സഭയെ പറ്റി ഒന്നും മലങ്കരയിലുള്ളവർക്ക് യാതൊരു അറിവുമില്ല. പക്ഷെ പാത്രിക്കീസിന്റെ ചിഹ്നം കണ്ടപ്പോ അവർക്ക് മനസ്സിലായി. ഈ ലേഖനം എഴുതിയത് ആരായാലും പുള്ളി വളരെ സമർത്ഥനാണ്. ഇങ്ങനെ ഒരു കാര്യം എഴുതി വെച്ചിരിക്കുന്നത്. ഇവർ പറഞ്ഞു പിടിപ്പിച്ചിരിക്കുന്നതിന് മുഴുവൻ അവർ തന്നെ കണ്ണിക്കുകയാണ്. അന്ത്യോക്യൻ പാത്രിക്കീസിന്റെ ചിഹ്നം കണ്ടപ്പോഴേ ഇവിടെയുള്ളവർക്ക് കാര്യം മനസ്സിലായി. അവരെല്ലാം വളരെ ആരവത്തോടെയും കുരവയോടെയും ഘോഷത്തോടെയും അദ്ദേഹത്തെ സ്വീകരിച്ചു. അപ്പൊ പൂർവികമായി മലങ്കര സഭയിൽ ഭരണം നടത്തിയിരുന്നത് അന്ത്യോക്യൻ പാത്രിക്കീസിന്റെ ഈ ചിഹ്നമുള്ള ആളുകളായിരുന്നു എന്നുള്ള സത്യം ഇവർ അബദ്ധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ ലേഖനത്തിൽ. നിങ്ങൾ കണ്ടല്ലോ. ഇന്ന് ഈ സാധനം അപ്രത്യക്ഷമാവും വെബ്സൈറ്റിൽ നിന്ന്. കാരണം ഇത്രയും വലിയ അവരുടെ വ്യൂ പോയിന്റിൽ നിന്നൊരു ബ്ലണ്ടറാണ്. പക്ഷെ നമ്മുടെ വ്യൂ പോയിന്റിൽ നിന്ന് ഇത് ദൈവത്തിന്റെ വിരലടയാളമാണ്. ആ ദേശക്കാർ ബഹുമാനത്തോടെയും ഭക്തിപുരസ്സരവും അദ്ദേഹത്തെ പള്ളിയിലേക്ക് സ്വീകരിച്ച് ആനയിക്കുകയും ചെയ്തു. ഭാവയെ സ്വാഗതം ചെയ്യാൻ ജാതിപത ഭേദമില്ലാതെ അനവധി ആളുകൾ സ്ഥലത്തെത്തി എന്നത് നമുക്ക് അഭിമാനാർഹവും ഇന്നത്തെ തലമുറയ്ക്ക് മാതൃകാപരവുമായ പലതും ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. അതിനൊന്നും ഒരു അർത്ഥമില്ലാത്ത വാചകമാണ്. ഓർത്തഡോക്സ് വിശ്വാസവും പാരമ്പര്യവും അഭിമാനത്തോടെയും തീഷ്ണതയോടെയും ഇന്നും തുടരുന്ന പല പള്ളികളിലേക്കും മാർ ഗ്രിഗോറിയസും മാർത്തോമ ഒന്നാമനും ഒരുമിച്ച് യാത്ര ചെയ്തു. 1670 മാർത്തോമ ഒന്നാമൻ പിൻഗാമിയായി മാർത്തോമ രണ്ടാമനെ വാഴിച്ച വേളയിലും മാർ ഗ്രിഗോറിയസിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. നീണ്ട 16 വർഷങ്ങൾ മലങ്കരയിൽ ആത്മീയമായ വെളിച്ചവും ആശ്വാസവും നസ്രാണി സമൂഹത്തിന് നൽകിക്കൊണ്ട് പരിശുദ്ധ പിതാവ് മലങ്കരയിൽ വസിച്ചു. 1681 ഏപ്രിൽ 27 വടക്കംപറവൂർ പള്ളിയിൽ വെച്ച് പരിശുദ്ധ ഗ്രിഗോറിയസ് കാലം ചെയ്തു. അദ്ദേഹത്തിന്റെ മരണത്തിനായി നിശ്ചയിച്ചിരുന്ന സമയം നേരത്തെ വെളിപ്പെടുത്തി നൽകപ്പെട്ടിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. അതുകൊണ്ട് പരിശുദ്ധ ബാവ നിർദ്ദേശിച്ച അനുസരിതമായി അംശവസ്ത്രങ്ങൾ ധരിപ്പിച്ച് സ്ലീബായും അടിയും കൈകളിലേന്തി കസേരയിൽ പള്ളിയിലായിരിക്കുന്ന സമയത്താണ് പരിശുദ്ധ പിതാവ് ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോകുന്നത് എന്നാണ് സമീപവാസികളായ വിശ്വാസികളും ആ പിതാവിന്റെ മധ്യസ്ഥതയിൽ ഇന്നും വിശ്വസിക്കുന്ന തദ്ദേശവാസികളും കരുതുന്നത്. പരിശുദ്ധ ബാവയുടെ ദിവ്യത്വം രുചിച്ചറിഞ്ഞ അനേകം വിശ്വാസികൾ ആ സമയം പള്ളിയിൽ തടിച്ചുകൂടിയിരുന്നു. മാർ ഗ്രിഗോറിയോസ് ബാവയുടെ മരണസമയത്ത് പള്ളിക്കകത്തും പുറത്തും കണ്ണഞ്ചിപ്പിക്കുന്ന പ്രഭാപൂരവും മറ്റ് അത്ഭുത സംഭവങ്ങളും നടന്നതായും പറയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ദൈവാലയത്തിലെ വിശുദ്ധ മദ്ബഹയിലാണ് കബറടക്കിയത്. അങ്ങനെ സോ ആൻഡ് സോ. അപ്പം അബ്ദുൽ ജലീൽ ഗ്രിഗോറിയോസ് ബാവ എതിരാളികൾക്ക് പോലും നിഷേധിക്കാനാകാത്ത കറകളഞ്ഞ വ്യക്തിത്വത്തിന്റെ ഉടമയും വിശുദ്ധിയുടെ നിറകുടവും അത്ഭുതങ്ങളുടെ വലിയ ഒരു നിക്ഷേപവുമായിരുന്നു മഹാഭാഗ്യവാനായ ഗ്രിഗോറിയോസ് അബ്ദുൽ ജലീൽ ബാവ എന്നാണ് ഈ ലേഖനം നമ്മെ വെളിപ്പെടുത്തുന്നത്. ഇപ്പൊ ശത്രുക്കളുടെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിന്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന, നിരന്തരമായി അവിടുന്ന് വരുന്ന അറബിയെന്നും വിദേശിയെന്നും ഒക്കെ വിളിച്ച് ആക്ഷേപിക്കുന്ന അവർ തന്നെ രേഖപ്പെടുത്തിയ ഒരു ലേഖനം ഇത്രത്തോളം അദ്ദേഹത്തിന്റെ അത്ഭുതങ്ങളെയും വിശുദ്ധിയെയും ദൈവികതയും ഒക്കെ പരാമർശിച്ച് കണ്ടതിൽ സന്തോഷം. അതുകൊണ്ട് ഞാൻ ആ ലേഖനം ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ.